നമ്മുടെ കേശവർദ്ധിനി എന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റാണ്. ഇതിന് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് തലയിൽ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ തലയിൽ മുറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെ പൊട്ടുമൊക്കെ നമ്മൾ താരനൊക്കെ കൂടുതൽ വരുമ്പോൾ തലയിൽ പൊട്ടലുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. പണ്ടത്തെ നമ്മുടെ സ്ത്രീകളുണ്ടല്ലോ, നല്ല കാച്ചി എണ്ണയൊക്കെ തേച്ച് നല്ല മുടിയൊക്കെ അഴിച്ചിട്ട് കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വല്ലാത്തൊരു സ്മെല്ലല്ലേ അത്. ശരിക്കും പറഞ്ഞാൽ അത് എന്താ പറയുന്നത്, നമ്മൾ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ഭാര്യമാരിങ്ങനെ കുളിച്ച് നല്ല സുന്ദരികളായിട്ട് നല്ല കാച്ചി എണ്ണയുടെ സ്മെല്ലൊക്കെ വരുമ്പം അത് ശരിക്കും ഭർത്താക്കന്മാരെ ഭയങ്കരമായിട്ട് ഭർത്താക്കന്മാർക്കാണെങ്കിൽ ഒരു ചെറിയ റൊമാൻസ് ഒക്കെ തോന്നാൻ പറ്റും. കാരണം ഈ ഒരു കാച്ചി എണ്ണയുടെ സ്മെല്ല് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണല്ലേ, നമുക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ്. ഇപ്പം നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഡെയിലി കുളിക്കാറ് പോലുമില്ല, ഹെയർ വാഷ് ചെയ്യാറില്ല, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാറില്ല. പക്ഷേ പണ്ടത്തെ കല്യാണം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ കൂടി നല്ല കാച്ചി എണ്ണയൊക്കെ ഇട്ട് കുളിച്ച് വരുമ്പോഴത്തേക്കുള്ള ആമ്പിള്ളേർ പുറകെ നടക്കുന്നത് അതൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഓർമ്മകളാണ്. അപ്പോൾ അതിന് പറ്റുന്ന നല്ല കിടിലൻ ഒരു സാധനമാണ് നമ്മുടെ കേശവർദ്ധിനി എന്ന് പറയുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വേലികളിലും മാടുകളിലും തോടിൻ്റെ സൈഡിലും ഒക്കെ നിറയെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് അരിപ്പൂ എന്ന് പറയുന്ന ഒരു പൂവുണ്ട്, അത് നിങ്ങൾക്കറിയുമോ അറിയില്ല. നമ്മൾ ഓണക്കാലത്ത് പൂവിടാനായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പൂവ് ഇതിൻ്റെ പൂവായിട്ട് ലാവണ്ടർ കളർ, ആ ഒരു പൂവും ഈ ഒരു പൂവും തമ്മിൽ നല്ല സാമ്യമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ വയ്ക്കുന്നത് ഇതൊരു ചെറിയ ഇതിലൊക്കെ ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ നമ്മൾ ചെടികളിൽ പോട്ടുകളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഇതിൻ്റെ ഇല നമുക്ക് അരച്ചിട്ട് തലയിലിട്ട് കഴിഞ്ഞാൽ താരൻ പോകും. പണ്ട് കാലങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ മാംഗോ മോഡസിൽ വരുന്ന ആളുകൾക്ക് നമ്മളിത് ഗൈഡിങ്ങിൽ പറയുന്ന സമയത്ത് ആളുകളൊക്കെ വന്നിട്ട് നമ്മുടെ നഴ്സറി വന്നിട്ട് ഈ പ്ലാന്റ്സ് വാങ്ങിയിട്ട് പോകാറുണ്ട്. അപ്പോൾ ഇത് പോട്ടിലാണെങ്കിൽ നമുക്കിതിന് പ്രത്യേക പരിചരണമൊന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വയ്ക്കാൻ എവിടെ വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ സ്ഥലം ഉള്ളിടത്ത് നിലത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ പോട്ടിൽ വയ്ക്കുകയോ എങ്ങനെ വേണമെങ്കിലും വെച്ച് പിടിപ്പിക്കാം. വലിയ പരിചരണമൊന്നും വേണ്ട. പിന്നെ അതിൻ്റെ ആ പൂവും ഭയങ്കര ഒരു എടുത്ത് പറയേണ്ട ഒരു ഭംഗിയാണ് കേട്ടോ. പൂമ്പാറ്റകളെയൊക്കെ ആകർഷിക്കാനുള്ള കഴിവ് ഈ പൂക്കൾക്കുണ്ട്. അപ്പോൾ അത് നമ്മുടെ പൂന്തോട്ടത്തിൽ ഇങ്ങനെ പരന്നിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ്. ആ ലാവണ്ടർ ഷെയ്ഡിലുള്ള പൂവും അതിൻ്റെ ഇലകൾക്കും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ പണ്ടുള്ള ആയുർവേദ ആചാര്യന്മാരൊക്കെ എണ്ണ ഉണ്ടാക്കുന്നതിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഓയിലുകൾ ഉണ്ടാക്കുന്ന സമയത്തും അതേപോലെ തന്നെ ഷാമ്പൂ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തും ഒക്കെ ഇതിൻ്റെ എസൻസ്, ഇതിൻ്റെ സത്ത് ചേർക്കാറുണ്ട്. അപ്പം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീടിൻ്റെ തോടിൻ്റെ സൈഡുകളിലോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഈ ഒരു ചെടി നമ്മുടെ വീടുകളിലൊക്കെ കാണും. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അത് കെയർ ചെയ്ത് നമ്മുടെ കയ്യോന്നി അങ്ങനെയുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ ചെമ്പരത്തിയൊക്കെ ഉപയോഗിക്കാറുണ്ട് താളിയായിട്ടും, അതേപോലെ തന്നെ നമ്മുടെ തലയിലെ അഴുക്ക് കളയാനും താരം കളയാനും ഒക്കെ ആയിട്ട്. അതേപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് നമുക്ക് എണ്ണ കാച്ചി ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിലൊക്കെ നമ്മളിവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ. അതിൻ്റെ വേര് ഉപയോഗിക്കാൻ പാടില്ല, ബാക്കി ഇല അതേപോലെ പൂവ് തണ്ട് എല്ലാം നമുക്ക് സമൂലം അരച്ച് എണ്ണയിൽ ചേർത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ വേണം, കെമിക്കൽ ചേർന്ന വെളിച്ചെണ്ണയല്ല. അപ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് എഫക്റ്റീവായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടാൻ സാധ്യത ഒരു 90% നമുക്ക് കുറവാണ്. ശുദ്ധമായ വെളിച്ചെണ്ണ കെമിക്കൽ അല്ലെങ്കിൽ ആഡ് ചെയ്യാത്ത വേറെ എസൻസുകൾ ആഡ് ചെയ്യാത്ത എണ്ണ കിട്ടുക എന്ന് പറയുന്നത്. എന്നാലും അങ്ങനെയുള്ള വെളിച്ചെണ്ണ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കാച്ചി ഉപയോഗിക്കുക. കാരണം ഈ ഒരു കേശവർദ്ധിനി എന്ന് പറയുന്ന ചെടി നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഹെയറിന് നല്ല മാറ്റം ഉണ്ടാവും. നമ്മുടെ വീട്ടിലുണ്ടെങ്കിലോ അതേപോലെ തന്നെ അടുത്ത നഴ്സറികളിലുണ്ടെങ്കിലോ ഉറപ്പായിട്ടും വാങ്ങി വെച്ചിട്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിറയെ പടർന്നുണ്ടാകും. കുറ്റിച്ചെടിയായിട്ടാണ് കിടക്കുന്നത്. അതിൻ്റെ പൂവിൻ്റെ ഭംഗി കൊണ്ടും ആ ചെടിയുടെ ഔഷധ ഗുണങ്ങൾ കൊണ്ടും എന്തായാലും നമുക്ക് ഈ ഒരു ചെടി കിട്ടിയാൽ വീട്ടിൽ വാങ്ങി വയ്ക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.